എന്തത് ഈ ബുധനാഴ്ച 4ാം ടെസ്റ്റ് ഓൾഡ് ട്രാഫോർഡിൽ ആരംഭിക്കാൻ പോവുകയാണ്. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും ഇന്ത്യൻ ടീമിലെ ഓരോരുത്തർക്ക് പരിക്ക് പറ്റുന്ന ന്യൂസാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ബുധനാഴ്ച പുതിയ ടീമിനെ ഇറക്കേണ്ടി വരുമല്ലോ. ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ കുറച്ച് ആളുകളെ അങ്ങോട്ട് വിടേണ്ടി വരുമല്ലോ. ഓൾറെഡി ഇപ്പോൾ അൻഷുൽ കാംബോജ് എന്ന പ്ലെയറെ ഇംഗ്ലണ്ടിലേക്ക് വിടുകയാണ്. കാരണം പേസ് ബോളേഴ്സൊക്കെ ആശങ്കയിലാണ്. ഹർഷദീപിന് പരിക്ക്, പിന്നെ ആകാശ് ദീപിന് പരിക്ക്, പിന്നെ ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിക്ക് പരിക്ക്. ബുംറയാണെങ്കിൽ വർക്ക് ലോഡ് എന്ന് പറഞ്ഞാൽ ഇറങ്ങത്തില്ല. പിന്നെ ഇപ്പോൾ ആരാപ്പോൾ ബോൾ ചെയ്യാനുള്ളത്? സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യക്ക് ബോളേഴ്സ് ഇല്ല. മുഹമ്മദ് സിറാജ് തന്നെ ഇനി 100 ഓവർ എറിയേണ്ടി വരുമോ? അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്. നിതീഷ് കുമാർ റെഡ്ഡി കഴിഞ്ഞ കളിയിൽ ബാറ്റിങ്ങിൽ അങ്ങനെ വലിയൊരു പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചില്ലെങ്കിലും നിർണായകമായ 2 വിക്കറ്റ് ആദ്യ ഇന്നിങ്സിൽ നേടിക്കൊണ്ട് ഇന്ത്യയെ ഒന്ന് മത്സരത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ്. പിന്നെ ബാറ്റിംഗ് ടെക്നിക്കൊക്കെ നല്ലതാണ്. ഒരു 3-4 ടെസ്റ്റിലൂടെ പുള്ളി കയറി വരും. സെഞ്ചുറിയൊക്കെ ഓൾറെഡി അടിച്ചിട്ടുള്ള ആളാണ്, നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പയ്യനാണ്. പക്ഷേ ദൗർഭാഗ്യം വേട്ടയാടി അദ്ദേഹം ഈ സീരീസിൽ നിന്ന് റൂൾഡ് ഔട്ടായിരിക്കുകയാണ്. എന്താ ചെയ്യുക? ആകാശ് ദീപിനും പരിക്കാന്ന് പറയുന്നു. സെക്കൻഡ് ടെസ്റ്റിലെ വിജയത്തിന് ചുക്കാൻ പിടിച്ച ആളാണ് ആകാശ് ദീപ്. ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചത് അഥവാ ബുംറ ഇല്ലെങ്കിൽ ആകാശ് ദീപും ഹർഷദീപ് സിംഗും സിറാജും കൂടി ഇറങ്ങാമെന്ന്. അതിൽ ആദ്യ അടി ഹർഷദീപിന് പരിക്കേറ്റതിലൂടെ തീരുമാനമായി. ഹർഷദീപും പരിക്കിൻ്റെ ഗൗരവം എത്ര ഉണ്ടെന്ന് അറിയില്ല, എന്തായാലും സാധ്യത കുറവാണെന്ന് പറയുന്നു. പിന്നെ ഇപ്പം ആകാശ് ദീപ് ഇല്ലെങ്കിൽ എന്ത് തന്നെ വന്നാലും ബുംറയ്ക്ക് ഇറങ്ങി വെക്കത്തുള്ളൂ, അല്ല വേറെ നിവർത്തിയൊന്നുമില്ല. അതിൽ ഇനിയും ഇത്ര ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുമില്ല, ഞാൻ 3 ടെസ്റ്റേ കളിക്കുള്ളൂ, എനിക്ക് വർക്ക് ലോഡ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടാലും കാര്യം നടക്കില്ല. ഓൾറെഡി ഇപ്പം തേർഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇത്രയും റെസ്റ്റൊക്കെ കിട്ടിയല്ലോ അല്ലേ. IPLലാണെങ്കിൽ നമ്മൾ ഇത്രയും റെസ്റ്റൊന്നും എടുക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ആവശ്യമുള്ള റെസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ബുംറ 4ാമത്തെയും 5ാമത്തെയും ടെസ്റ്റ് ഇന്ത്യക്ക് വേണ്ടി കളിക്കണം. ഇന്ത്യയുടെ വിജയത്തിന് അത് നിർണായകമാണ്. കാരണം ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇന്ത്യനെ സംബന്ധിച്ച് ഏറ്റവും വീക്ക്. അപ്പം ബുംറയും കൂടി ഇല്ലെങ്കിൽ പിന്നെ വെറുതെ അവിടെ കളിച്ച് സമയം കളഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ബാറ്റ്സ്മാൻമാരിലാണെങ്കിൽ ഋഷഭ് പന്തിന് പരിക്ക്. എന്തവസ്ഥയാണെന്ന് ആലോചിച്ചു. ഈ സീരീസിലെ ഏറ്റവും മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് ഋഷഭ് പന്ത്. ഇംഗ്ലണ്ട് ബോളേഴ്സിന് ഏറ്റവും പേടിയുള്ള ഒരു ബാറ്റ്സ്മാനാണ് ഋഷഭ് പന്ത്. അദ്ദേഹത്തിന് പരിക്ക്. അപ്പോൾ അദ്ദേഹത്തിനെ ഇറക്കുമോ? ഇറക്കിയാൽ ഇനി വിക്കറ്റ് കീപ്പിംഗ് ചെയ്യുമോ? വിക്കറ്റ് കീപ്പിംഗ് ചെയ്യാതെ ബാറ്റ്സ്മാനായിട്ട് തന്നെ ഋഷഭ് പന്തിനെ ഇറക്കേണ്ടതുണ്ടോ? പകരം ധ്രുവ് ജുറലിനെ ഇറക്കിയാൽ പോരെ? ധ്രുവ് ജുറലിനെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ബാറ്റിംഗ് ഓർഡർ എങ്ങനെയാക്കും? ഇങ്ങനെയൊക്കെ വളരെയധികം സംശയങ്ങളിലൂടെയാണ് ഇന്ത്യ, ആശങ്കയോടെയാണ് ഇന്ത്യ ഈ നിർണായകമായ, തോറ്റാൽ ഗെയിം ഓവർ, ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ തന്നെ അവസ്ഥ ഇച്ചിരി സങ്കടത്തിലാവും. അങ്ങനെയാണ് ഈ ബുധനാഴ്ച ഇന്ത്യ ഇറങ്ങാൻ പോകുന്നത്. പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് എന്തോ ഒരു ടെൻഷനാണ് അല്ലേ. ടീം കോമ്പിനേഷൻ, പരിക്ക്, കഷ്ടം തന്നെ. ഇതിൽ നിന്നൊക്കെ ചാരത്തിൽ നിന്നാണല്ലോ ഉയർത്തെഴുന്നേറ്റ് വരിക. ഉയർത്തെഴുന്നേറ്റ് വരാൻ ഗില്ലിനും ടീമിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.